വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വീട്ടിൽ നിന്നും കടയിലേക്ക് ഇറങ്ങിയ 64-കാരനെ കാണാതായിട്ട് 19 ദിവസം. കരുളായി പഞ്ചായത്തിലെ നിലമ്പതിയിൽ താമസിക്കുന്ന എളഞ്ചേരിയൻ തരകനെയാണ് കാണാതായത്. പോലീസിൽ പരാതി നൽകിയതിനു പുറമെ മകൻ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലും നാടെങ്ങും തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി അമരമ്പലം കരുളായി ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP ഹഫീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുന്നതിനും പേ വിഷബാധ തടയുന്നതിനുമായി വിപുലമായ പ്രതിരോധ കുത്തിവെപ്പ് പദ്ധതിക്ക് തുടക്കമായി. മൃഗസംരക്ഷണ വകുപ്പിന്റെയും പോരൂർ മൃഗാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വീട്ടിൽ നിന്നും കടയിലേക്ക് ഇറങ്ങിയ 64-കാരനെ കാണാതായിട്ട് 19 ദിവസം. കരുളായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിലമ്പതിയിൽ താമസിക്കുന്ന എളഞ്ചേരിയൻ തരകനെയാണ് കാണാതായത്. മകൻ ശ്രീജിത്ത് നൽകിയ പരാതിയിൽ പൂക്കോട്ടുംപാടം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനു പുറമെ ശ്രീജിത്ത് നാടെങ്ങും അച്ഛനു വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ 6-നാണ് തരകൻ കടയിലേക്ക് പോകുവാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മറവി രോഗത്തിന് ചികിത്സ ചെയ്യുന്ന തരകൻ സാധാരണ വീട് വിട്ടു പോകാറില്ലെന്ന് മകൻ ശ്രീജിത്ത് പറയുന്നു. കാണാതായ ദിവസം നിലമ്പതിയിൽ റോഡിലൂടെ നടന്നു പോകുന്നത് സമീപത്തെ പെട്രോൾ പമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTVയിൽ ദൃശ്യമാണ്. ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പൂക്കോട്ടുംപാടം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനു പുറമെ മകൻ ശ്രീജിത്ത് ജില്ലയിലും അയൽ ജില്ലകളിലുമെല്ലാം വിശ്രമമില്ലാതെയുള്ള അന്വേഷണത്തിലാണ്. എവിടെ നിന്നെങ്കിലും അച്ഛനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ എല്ലാ ആൾക്കൂട്ടങ്ങൾക്കിടയിലും ശ്രീജിത്ത് അച്ഛനെ തിരഞ്ഞെത്തുന്നുണ്ട്. എവിടെയൊക്കെ അന്വേഷിച്ചു? ഇപ്പോൾ പാലക്കാട്, വയനാട്, നാടുകണി, പിന്നെ വഴിക്കടവ്, എടക്കര, മുണ്ടേരി, അങ്ങനെ ഏകദേശം എല്ലാ സ്ഥലത്തും, പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, മഞ്ചേരി ഭാഗം ഫുള്ളായിട്ട്, വേങ്ങര, എല്ലാ സ്ഥലത്തും പോയി, കോഴിക്കോട്, എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിട്ടുണ്ട്. പോലീസ് എന്താ പറയുന്നത്? പോലീസ് പറയുന്നത് വീട് അന്വേഷിച്ചിട്ടുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ തരാമെന്ന് മാത്രമേ പറയുന്നത്. അത് ഭാഗത്തുനിന്ന് നോക്കുന്നുണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കാമെന്ന് പറയുന്നു. ഫോണോ കാര്യങ്ങളൊന്നും കയ്യിലില്ല? ഇല്ല, ഫോണില്ല. ഫോണുണ്ട്, ഒരു കയ്യിലെ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോയി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടാലെങ്കിലും അച്ഛനു വേണ്ടിയുള്ള അന്വേഷണത്തിന് ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീജിത്തും കുടുംബവും. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി അമരമ്പലം കരുളായി ഗ്രാമപഞ്ചായത്തിലെ സംരംഭകർക്കായി ഒരു സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ഇങ്ങനെയൊരു ശില്പശാല നടത്തിയത്. അമരമ്പലം പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് VP ഹഫീഫ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ നിങ്ങൾ പോലത്തെ സംരംഭകര് ആവശ്യമാണ്. എന്നാലേ നമ്മുടെ നാട്ടിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുള്ളൂ. അതുവഴി നമ്മുടെ ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാനും നമ്മൾ വരും തലമുറക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഭാവിയിലെ ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും നിങ്ങളിന്ന് തുടങ്ങാൻ പോകുന്ന സംരംഭകത്തിന് ഇപ്പോൾ തന്നെ
ഒരു ആശംസ അറിയിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. എന്റെ സംരംഭം നാടിന്റെ അഭിമാനം എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സംരംഭകത്വവും നവീകരണവും എന്ന വിഷയത്തിൽ റസ്റ്റി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് KT സാധിക്കലിയും വ്യവസായ വാണിജ്യ വകുപ്പുകളും പദ്ധതികളും സേവനങ്ങളും സബ്സിഡികളും എന്ന വിഷയത്തിൽ കാളികാവ് ബ്ലോക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സനൽകുമാറും PMFME സ്കീം MC മുഹമ്മദ് ആദിലും ക്ലാസ് എടുത്തു. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 6MP പദ്ധതിയുടെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് ഒരുക്കിയത്. പുതുതായി സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ സംരംഭകർ ആയിട്ടുള്ളവർക്കും സർക്കാരിന്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചറിയുവാനും മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൊട്ടത്ത് മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ K ബിന്ദു, VK ഗോപാലൻ, മെമ്പർമാരായ ടോണി വർഗീസ്, O ഷാജി, തോരപ്പ കുഞ്ഞിമുഹമ്മദ്, BDSP VR ജിതിൻ, ആദർശ് എന്നിവർ സംബന്ധിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പരിരക്ഷാ പാലിയേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകർക്കായി പ്രത്യേക പരിശീലന പരിപാടി നടത്തി. പാലിയേറ്റീവ് കെയർ കൂടുതൽ കാര്യക്ഷമമായ സേവനം ഉറപ്പാക്കുന്നതിനായി 3 ദിവസത്തെ പരിശീലനമാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്നത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ നിർവഹിച്ചു. പറഞ്ഞതുപോലെ നമ്മൾക്ക് 3 ക്വാളിറ്റി ഉണ്ട്. അതിന്റെ പുറമെ നമ്മളെ പരീക്ഷ പോകുന്നുണ്ട്. അതിന് പുറമെ വണ്ടൂർ ഹോമിയോ കേന്ദ്രത്തിലെ ഒരു വണ്ടിയും ഒരു ഡോക്ടറും അവരും പോകുന്നുണ്ട്. എന്നിട്ടും നമ്മളിവിടെ എത്താത്ത വീടുകൾ 3 മാസം 4 മാസം കൂടുമ്പോഴാണ് വീണ്ടും ഓരോ വീട്ടിൽ നമ്മൾ എത്തുന്നത്. അതിന് നമുക്കൊരു മാറ്റം വരണം. അതിന് നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ പരിശീലനം നേടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയ പഞ്ചായത്തിന് വേണ്ട സഹായങ്ങൾ ഇനിയും ചെയ്യാം. വാഹനങ്ങളോ മറ്റുള്ളതെല്ലാം ചെയ്യാം. അതിന് ഒരു തയ്യാറെടുപ്പോടു കൂടി നിങ്ങൾ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ ട്രെയിനിങ് നല്ലവരുമായി വിജയിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു. നന്ദി. നമസ്കാരം. ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. കിടപ്പിലായ രോഗികൾക്കും സാന്ത്വന പരിചരണം ആവശ്യമുള്ളവർക്കും ശാസ്ത്രീയമായ രീതിയിൽ പരിചരണം നൽകുന്നതിന് സന്നദ്ധ പ്രവർത്തകരെ പ്രാപ്തരാക്കുക എന്നതാണ് പരിശീലനത്തിന്റെ പ്രധാനമായ ലക്ഷ്യം. ആരോഗ്യവകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കുന്ന സന്നദ്ധ പ്രവർത്തകർ വണ്ടൂർ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ചടങ്ങിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ K മാധവൻ അധ്യക്ഷത വഹിച്ചു. പരിരക്ഷ ജില്ലാ കോർഡിനേറ്റർ ഫൈസൽ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ്, പഞ്ചായത്ത് അംഗം CT ചെറി, താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി, ഹെൽത്ത് ഇൻസ്പെക്ടർ നദീർ അഹമ്മദ്, HS സദാനന്ദൻ, JHIമാരായ MM ജസീർ, ജിതേഷ് P, അജു, LHI ബേബി, PRO അബ്ദുൾ മജീദ് എന്നിവർ സംബന്ധിച്ചു. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ തെരുവ് നായ ശല്യത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടി വിപുലമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്നത്. പേവിഷബാധയൊക്കെ തടയുന്നതിനു വേണ്ടി പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും പോരൂർ മൃഗാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഇങ്ങനെയൊരു കുത്തിവയ്പ്പ് പദ്ധതി നടത്തുന്നത്. ഇതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി നിർവഹിച്ചു. പ്രത്യേക പരിശീലനം ലഭിച്ച അനിമൽ റെസ്ക്യൂ ഫോഴ്സ് ടീമിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായുള്ള മുഴുവൻ തെരുവ് നായ്ക്കളെയും കണ്ടെത്തി അവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം മൃഗസംരക്ഷണം കൂടി മുൻനിർത്തിയാണ് ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായ പ്രവർത്തനത്തിന് മുൻകൈയെടുത്തിരിക്കുന്നത്. ചടങ്ങിൽ പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ജുൽഫീന, പഞ്ചായത്ത് അംഗം CT മുഹമ്മദ് ഷമീം, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ O മധുസൂദനൻ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ V രേവതി, E സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷത്തില് 60,000 രൂപ പദ്ധതി വിഹിതം ഉള്ളതിൽ നമ്മുടെ വാക്സിൻ ഡിപ്പാർട്ട്മെന്റ് തരികയും ഡോഗ് ക്യാച്ചേഴ്സിനെ വെച്ച് പിന്നെ
തെരുവ് നായകളെ പിടിച്ച് അവരെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കുന്നതാണ് ഈ പദ്ധതി. നമ്മളെ പഞ്ചായത്തിലെ പേവിഷ വിമുക്തമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഈ പദ്ധതിയിൽ എല്ലാ നാട്ടുകാരും ഈ ഒരു പദ്ധതിയോട് സഹകരിച്ച് എവിടൊക്കെയാണ് ഈ തെരുവുനായകളുടെ എണ്ണം കൂടുതലുള്ളതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് അറിയിച്ച് അത് പദ്ധതി വിജയിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് അറിയിക്കാനുള്ളത്. ഇടതു സർക്കാരിന്റെ പട്ടികജാതി വിരുദ്ധ നയങ്ങൾക്കും വഞ്ചനയ്ക്കുമെതിരെ BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SC മോർച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി പട്ടികജാതി MLA-മാരുടെ വസതികളിലേക്ക് സംഘടിപ്പിക്കുന്ന മാർച്ചിന്റെ ഭാഗമായി ഈ വരുന്ന 26-ാം തീയതി വ്യാഴാഴ്ച വണ്ടൂർ MLA AP അനിൽകുമാറിന്റെ ഓഫീസിലേക്കും മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പട്ടികജാതി വിഭാഗത്തോടുള്ള സർക്കാരിന്റെ 10 വർഷത്തെ അവഗണന അവസാനിപ്പിക്കുക, പട്ടികജാതിക്കാർക്കുള്ള കേന്ദ്ര സഹായം വകമാറ്റി ചിലവഴിക്കുന്നത് നിർത്തലാക്കുക, വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യം ഉടൻ വിതരണം ചെയ്യുക, ലംസം ഗ്രാന്റ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത്. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് വണ്ടൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും മാർച്ച് ആരംഭിക്കും. SC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സാജു മോൻ വട്ടേക്കാട് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ SC മോർച്ച ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് CP അറമുഖൻ, ജനറൽ സെക്രട്ടറി BP രാജേഷ്, BJP ജില്ലാ സെക്രട്ടറി K സതീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. അത് ഈ കേരളത്തിലെ പട്ടികജാതി MLA-മാർ, ഈ 11ഓളം MLA-മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരുടെ ഓഫീസുകളിലേക്കെല്ലാം ഇതുപോലെ ഈ ഡേറ്റിൽ പ്രക്ഷോഭ പരിപാടിയെ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ AP അനിൽകുമാറിൻ്റെ ഓഫീസിലേക്ക് 26/2/26 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് സാജുമോൻ വട്ടക്കാട് ഉദ്ഘാടനം ചെയ്യും. കൂടാതെ ഈ പരിപാടി മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ BJPയുടെ പ്രസിഡന്റ് രശ്മിൽനാഥാണ്. കൂടാതെ ജില്ലാ മണ്ഡലം നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടി വളരെ ഒരു തുടക്കം മാത്രമാണ്. ഇനി ഈ പരിപാടികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി കാര്യങ്ങൾ നീങ്ങിയിട്ടില്ലെങ്കിൽ വളരെ പ്രക്ഷോഭ പരിപാടികളുമായി മോർച്ച മുന്നോട്ട് വരുമെന്നാണ് അറിയിക്കാനുള്ളത്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഈ മാസം 26-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് പ്രതിഷേധ ധർണയുടെ പ്രചരണാർത്ഥമാണ് ഈ ഒരു പരിപാടി നിലമ്പൂരിൽ സംഘടിപ്പിച്ചത്. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഈ ഒരു ധർണ അഭിഭാഷകനും സംവിധായകനുമായ അഡ്വക്കേറ്റ് S ബിജിലാൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു കിറ്റ് ആ വീട്ടിലെത്തുമ്പോൾ കണ്ണീര് പൊഴിച്ചു നിൽക്കുന്ന ആ വീട്ടിലെ വീട്ടമ്മയെയും കുഞ്ഞുങ്ങളെയും പുറത്ത് നമ്മൾ കാണുന്ന ഈ മുഖംമൂടികളെല്ലാം അഴിഞ്ഞു വീഴുന്നത് ഞങ്ങൾ കണ്ടു. 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ, കാര്യം എല്ലാ സെക്ടറിലുള്ള ആളുകളെയും പലരും പരിഗണിക്കുന്നുണ്ട്. ആ സെക്ടറിലുള്ള ആളുകളെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. കലാകാരൻ ഈ കള്ളികളിൽ ഒന്നും പെടുന്നവനായിരുന്നു. അവനെ സഹായിക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. എല്ലാ തലങ്ങളിലും എന്നാൽ കലാകാരൻ വേണം. ആധ്യാത്മികമായ ഒരു പരിപാടി വിജയിക്കണമെങ്കിൽ അവിടെ കലാകാരൻ്റെ സാന്നിധ്യം വേണം. രാഷ്ട്രീയമായ ഒരു പരിപാടി വിജയിക്കണമെങ്കിൽ അവിടെ കലാകാരൻ്റെ സാന്നിധ്യം വേണം. ചിരിക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കലാകാരൻ വേണം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ആദ്യം പുറത്തെറിയപ്പെടുന്നവൻ കലാകാരനാണ്. നന്മ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് ഉമേഷ് നിലമ്പൂർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ലുഖ്മാൻ അരീക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സജിത്ത് V പൂക്കോട്ടുംപാടം, മേഖലാ സെക്രട്ടറി ജയരാജ് തണൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനിൽ രാമൻ, അഭിലാഷ് പാലേമാട്, C കുഞ്ഞു വണ്ടൂർ, നിലമ്പൂർ യൂണിറ്റ് സെക്രട്ടറി സജീവ് മുതുകാട്, ഗായകൻ നിലമ്പൂർ സുരേഷ്, അസീസ് നിലമ്പൂർ, KRC നിലമ്പൂർ, TK സതീശൻ, അനീഷ് കവളമുക്കട്ട, ബിൻസി വിജയം, സന്തോഷ് ഹംസധ്വനി, രാജേഷ് പുതിയക്കോട് എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. കലാകാര ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കുക, പാവപ്പെട്ട കലാകാരന്മാർക്ക് നൽകുന്ന പെൻഷൻ 1600 രൂപയെന്നത് വർദ്ധിപ്പിക്കുക, ഈ പെൻഷനും ക്ഷേമനിധി പെൻഷനും തുല്യമാക്കുക,
യഥാസമയം മസ്റ്ററിംഗ് നടത്താത്തതിൻ്റെ പേരിൽ പെൻഷൻ തടഞ്ഞുവെക്കുന്നത് ഒഴിവാക്കുക, 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വം നൽകുവാൻ ഒരവസരം കൂടി നൽകുക, രാത്രി 10 മണിക്ക് ശേഷമുള്ള മയക്ക് നിരോധനത്തിൻ്റെ ഇളവ് നൽകുക, സ്കൂളുകളിൽ കലാധ്യാപകരെ നിയമിക്കുവാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 26-നാണ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുന്നത്. വണ്ടൂരിലും നന്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് ധർണയുടെ പ്രചരണാർത്ഥമാണ് പരിപാടി നടത്തിയത്. പരിപാടി നന്മയുടെ ജില്ലാ പ്രസിഡന്റ് ലുഖ്മാൻ അരീക്കോട് ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ മറ്റു മേഖലയിലുള്ള നിരവധി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അവരുടെ ആശയാദർശങ്ങൾ സാധാരണക്കാരിലെത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചുള്ള മാധ്യമമാണ് കല. അത് പാട്ടാകാം, നൃത്തമാകാം, അതല്ലെങ്കിൽ ഒരു പക്ഷേ നാടകങ്ങളാകാം, കഥാപ്രസംഗങ്ങളാകാം. ഇതൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് ഭരണമുന്നണിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ല, അതല്ലെങ്കിൽ ഭരണവുമൊന്നും പ്രതീക്ഷിക്കാത്ത പാർട്ടികളാകട്ടെ, അവർക്കൊക്കെ തന്നെ പല ആശയങ്ങളൊക്കെ എത്തിക്കാൻ കലാകാരന്മാരെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ആ കലാകാരന്മാർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അവരെ മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അവരെ തൃണവൽക്കരിക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കലാകാരന്മാരുടെ ക്ഷേമനിധി പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക, സാംസ്കാരിക വകുപ്പ് നൽകുന്ന പെൻഷൻ കാലോചിതമായി ഉയർത്തുക തുടങ്ങിയ 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സി കുഞ്ഞു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വി സജിത്ത്, യൂണിറ്റ് സെക്രട്ടറി അനിൽ രാമൻ, ട്രഷറർ പി നഥറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നന്മ അംഗങ്ങളും മറ്റ് കലാപ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു. വഴിക്കടവിലെ പഞ്ചായത്തങ്ങാടി മരുതക്കടവ് റോഡിലുള്ള കാരക്കോടൻ പുഴയിൽ പഞ്ചായത്തങ്ങാടി പാലത്തിന് സമീപം കോഴി മാലിന്യങ്ങൾ പുഴയിൽ തള്ളുന്നതായി പരാതി. നിരവധി ആളുകൾ കുളിക്കുവാനും മറ്റും ഉപയോഗിക്കുന്ന ഒരു ജലാശയത്തിലാണ് ഇങ്ങനെ അറവ് മാലിന്യങ്ങൾ വ്യാപകമായി തള്ളുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് വഴിക്കടവ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകുകയും വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലായി കോഴിക്കടയിലെ മാലിന്യങ്ങളും ഹോട്ടലിലെ മാലിന്യങ്ങളും വ്യാപകമായി പുഴയിൽ തള്ളുന്നുണ്ട്. മാലിന്യങ്ങൾ തള്ളുന്ന പ്രതികളെ ഉടൻ പിടികൂടണമെന്നും സ്ഥലത്ത് CCTV സ്ഥാപിക്കണമെന്നും കോൺഗ്രസ് വഴിക്കടവ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിരവധി ആളുകൾ ഉപയോഗിക്കുന്നതാണ് കാരക്കോടൻ പുഴ. മാത്രമല്ല, ശുദ്ധജലത്തിന് വലിയ പ്രയാസം അനുഭവിക്കുന്ന വേനൽക്കാലത്ത് ഇനി ആളുകളുടെ ഏക ആശ്രയം കാരക്കോടൻ പുഴയാണ്. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനീർ മണൽപ്പാടത്തിന്റെ നേതൃത്വത്തിൽ പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകി. ജാഫർ പുലിയോടൻ, KT ഉബൈദ്, PK റജീബ്, P ഷിൽജ, ഷിഹാബ് പുളിയഞ്ചാലി, KR ബാബു, ബെന്നി പഞ്ചായത്തങ്ങാടി, M മുജീബ് എന്നിവർ നേതൃത്വം നൽകി. സ്ഥിരമായി മാലിന്യങ്ങൾ തള്ളുന്നതായി ശ്രദ്ധയിൽപ്പെടുകയാണ്. ഹോട്ടലിലെയും അതുപോലെ തന്നെ കോഴിക്കടയിലെയും കോഴി മാലിന്യങ്ങളാണ് ഈ പുഴയിൽ സ്ഥിരമായി തള്ളുന്നത്. ഈ സാമൂഹ്യ വിരുദ്ധരെ ഒരു ശല്യമുള്ള പ്രദേശമായി ഈ പാലവും ഇതിൻ്റെ പരിസരവും മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഈ പുഴ നിരവധി ആളുകൾ ഉപയോഗിക്കുന്നത് ഈ കനത്ത ചൂടും നിലനിൽക്കുന്ന ഈ സമയത്ത്, വെള്ളത്തിനൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഈ സമയത്ത് ഈ പുഴ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ സ്ഥിരമായി പാതിരാത്രിയിൽ വന്ന് തള്ളുന്നവർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പോലീസിലും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനും പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഈ പാലത്തിൻ്റെ പരിസരത്ത് CCTV സ്ഥാപിക്കണമെന്നും എത്രയും പെട്ടെന്ന് ഈ പ്രവർത്തനങ്ങൾ നടത്തിയ ഈ മാലിന്യം തള്ളിയ ആളുകളെ പിടികൂടണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഉപയോഗിച്ച് നിലം നികത്തുന്നതായി ആരോപണം. അമരമ്പലം പഞ്ചായത്തിലെ നരിബോയിലാണ് സംഭവം. നിലം നികത്തുവാൻ അനുമതി വാങ്ങിയതിൻ്റെ മറവിലാണ് ഇങ്ങനെ വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഈ മണ്ണിനോടൊപ്പം ചേർന്ന് നിക്ഷേപിക്കുന്നത്. തൊട്ടടുത്ത പ്രദേശങ്ങളിലെ കുടിവെള്ളം അടക്കം ഇത്തരം അശാസ്ത്രീയ നികത്തൽ കാരണം മലിനപ്പെടുമെന്നാണ് നാട്ടുകാരുടെ പരാതി. വയലിൽ ചാല് കീറി അതിനു മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യമടക്കം കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാൻ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും നേരിട്ടിടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നോക്കാം പ്രേക്ഷകരെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീട്ടിൽ നിന്നും കടയിലേക്ക് ഇറങ്ങിയ 64-കാരനെ കാണാതായിട്ട് 19 ദിവസം.
കരുളായി പഞ്ചായത്തിലെ നിലമ്പതിയിൽ താമസിക്കുന്ന എളഞ്ചേരിയൻ തരകനെയാണ് കാണാതായത്. പോലീസിൽ പരാതി നൽകിയതിനു പുറമെ മകൻ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലും നാടെങ്ങും തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി അമരമ്പലം കരുളായി ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP ഹഫീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പോരൂർ ഗ്രാമപഞ്ചായത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുന്നതിനും പേ വിഷബാധ തടയുന്നതിനുമായി വിപുലമായ പ്രതിരോധ കുത്തിവെപ്പ് പദ്ധതിക്ക് തുടക്കമായി. മൃഗസംരക്ഷണ വകുപ്പിന്റെയും പോരൂർ മൃഗാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.